പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ പുത്രനാം യേശു പൂജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ താൻ വാഴ്കയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ എത്ര ധന്യമേ ലോകജീവിതം, എത്ര ധന്യമേ ലോകജീവിതം. അഭിഷക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. അനുഗ്രഹവും മനോഹരവും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. അതോർത്ത് കർത്താവിനെ സ്തുതിപ്പാൻ വകയുണ്ടല്ലോ. അനേകർ കിടന്നുറങ്ങി, എന്നാൽ പ്രഭാതം കാണുവാൻ കഴിയാതെ നിത്യതയിൽ ചേർക്കപ്പെട്ട ആയിരങ്ങൾ കണ്ണുനീരിലും വിലാപങ്ങളിലും കുടുംബങ്ങളായിരിക്കുമ്പോൾ ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങളെയും ഓർത്ത് വർണ്ണിപ്പാൻ ഈ പ്രഭാതം നമുക്ക് തയ്യാറാകാം. ഇന്ന് പകലിലത്തേക്ക് അല്പനിമിഷം ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുന്നു. പെട്ടകം പുറപ്പെടുമ്പോൾ മോശ, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പെട്ടകം സീനായി മലയിൽ നിന്ന് പുറപ്പെടുകയാണ്. സ്തോത്രം. ഒരു പുറപ്പാട്. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ തൻ്റെ അടുക്കൽ കൂടേണം. ദൈവത്തിൻ്റെ ആ ഒരു നിയോഗപ്രകാരം ജനം മുഴുവനും വെള്ളിക്കാഹളങ്ങളും മുഴുവനും എടുത്തുകൊണ്ട് സഭയെ കൂട്ടിച്ചേർക്കുകയാണ്. പുരോഹിതന്റെ പുത്രന്മാരാകുന്ന കാഹളം ഊതേണ്ടത്. സ്തോത്രം. എല്ലാവർക്കും കാഹളം ഊതുവാൻ പ്രമാണമില്ല. എല്ലാവർക്കും കാഹളം പിടിക്കുവാൻ പ്രമാണമില്ല. എന്നാൽ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനകത്തും ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. എന്നാൽ 18-ാമത്തെ വാക്യം വരുമ്പോൾ, പിന്നെ രൂബേന്റെ കൊടിക്കീഴിലുള്ള പാളയം ഗണം ഗണമായി പുറപ്പെട്ടു. ഗണം ഗണമായി ഒരു വലിയ കൂട്ടം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഈ ജനം സീനായി മരുഭൂമി വഴി സീനായി പർവ്വതത്തിൻ്റെ മധ്യഭാഗത്ത്
താഴ്വരയിൽ പാളയമിറങ്ങി. എന്നാൽ 33-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അനന്തരം അവർ യഹോവയുടെ പർവ്വതം വിട്ട് 3 ദിവസത്തെ വഴി പോയി യഹോവയുടെ നിയമപ്പെട്ടകം അവർ വിശ്രമസ്ഥലം അനുഷ്ഠിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി മുന്നോട്ട് പോയി. പാളയമിറങ്ങിയപ്പോൾ യഹോവയുടെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും പെട്ടകം ചുമക്കുന്നവനെ പകലായാലും രാത്രിയാണെങ്കിലും പിന്തുടരുന്ന ഒരു ദൈവസാന്നിധ്യം ഇന്ന് ഈ പ്രഭാതത്തിൽ. അപ്പോഴാ മോശ നിലവിളിക്കുന്നത്, യഹോവേ എഴുന്നേൽക്കണമേ, ഇന്ന് പകലിൽ എൻ്റെ കർത്താവ് ഒന്ന് എണീറ്റാൽ നിന്റെ സകല വിഷയത്തിനും പരിഹാരം. പ്രൈസ് ദി ലോർഡ്. അത് വേറെ ആരെക്കാളും ശത്രുവിനറിയാം. ചില അത്ഭുതങ്ങൾ നിന്നിൽ കൂടെ നടക്കും, ചില വിടുതലുകൾ നിന്നിൽ കൂടെ നടക്കുമെന്നുള്ളത് ശത്രുവിന് നല്ലവണ്ണം അറിയാം. ഇന്ന് പകലിൽ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. സ്തോത്രം. ദൈവമേ, നീ ഇന്ന് പകൽക്കാലം എനിക്കായി എണീക്കണം. സ്തോത്രം. എനിക്കായി ഇന്ന് പകൽക്കാലം എണീക്കണമെന്ന് പറഞ്ഞ് മോശ ദൈവത്തിൻ്റെ മുൻപിൽ നിലവിളിക്കുകയാണ്. സ്തോത്രം. എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ മായപ്പനായ യത്രോവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന അവൻ ആടുകളെ മരുഭൂമിക്ക് പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. സ്തോത്രം. ഈ ഹോരേബിൽ വച്ച് മോശയുടെ നടുവിൽ മുൾപ്പുടർപ്പ് കിടപ്പുണ്ട്. ആ മുള്ളുകളെ, അതിൻ്റെ ഇലകളെ തീറ്റിക്കൊണ്ട് നിൽക്കുക. ആടുകൾ ഇലകൾ തിന്നുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ മുൾപ്പുടർപ്പുകൾ കത്തുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന അവിശുദ്ധന്മാരെ, എത്ര ശക്തിയുള്ള മുള്ളുകളാണെങ്കിലും അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പുടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നത്, ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കിക്കേ, അത് കത്തുകയാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. കണ്ടോ, കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് മോശയെ വിളിച്ചു. ഇന്ന് പകൽ ദൈവവൈതലേ, ആ മോശയാണ് ഈ 35-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ ചിതറുകയും. കണ്ടോ, അവിടെ എൻ്റെ എന്നല്ല വായിച്ചത്, നിന്റെ ശത്രുക്കൾ. ആമേൻ. എന്താ ആ പദം അങ്ങനെ ഉപയോഗിച്ചത്? യഹോവേ എഴുന്നേൽക്കണമേ, നിന്റെ ശത്രുക്കൾ. അപ്പം ഞാൻ ആരാ? നിന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. അതാ വചനം പറയുന്നത്, നിന്നെ തൊടുന്നവൻ നിന്നെ അല്ല, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. അല്ലേ? എത്ര മനോഹരമായ ദൂതുകൾ ഇന്ന് പകലിൽ
നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വമായി വേദനിപ്പിക്കാൻ മുൻപിലോട്ട് വന്നാൽ, അടുത്ത മോശം പറയുന്ന വാക്ക് കേട്ടോ, നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോവുകയും. കേട്ടോ, അവിടെ എന്നെ നല്ല വായിച്ച്, നിന്നെ, കർത്താവെ, നിന്നെ പകയ്ക്കുന്നവർ, ഈ പെട്ടകം ഞാൻ ചുമക്കുന്നത് കൊണ്ട്, ഈ പെട്ടകം ഞാൻ എടുത്തത് കൊണ്ട് നിന്നെ ചുമക്കുന്നവൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ നിന്നെ ചുമക്കുന്നവനാ, ഹല്ലേലൂയ, ആമേൻ. നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുൻപിൽ നിന്ന്, കണ്ടോ, അപ്പോൾ നിന്റെ പെട്ടകത്തെ ഞാൻ ചുമക്കുകയാ, അതാ നിന്നെ പകയ്ക്കുന്നത്. ഒരു കൂട്ടം പേര് കിടക്കുക, ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികളും ചില പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും, ഒത്തിരി ഇടങ്ങളിൽ ശത്രുക്കൾ ദാവീദിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അവിടെ എല്ലാം ദാവീദ് വളരെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാണാൻ കഴിയുന്നു. ദൈവകുഞ്ഞെ, ഈ പ്രഭാതത്തിൽ ആമേൻ, നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മോശ പറയുക, കർത്താവ്, നിന്റെ മുൻപിൽ നിന്ന് അവരെന്ത് ചെയ്യണം? ഓടിപ്പോകണം. ഇന്ന് പകലിൽ പറ, കർത്താവേ, എൻ്റെ ശത്രുക്കൾ അല്ല, നിന്റെ ശത്രുക്കൾ. കാരണം ഞാൻ നിന്റെ വകയാ, ഞാൻ നിന്റെ വകയാണ്. അപ്പോൾ ഇതെല്ലാം നിന്റെ ശത്രുക്കളാണ്. നിന്നെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട്, നിന്റെ ആത്മാവ് എന്നിൽ ഇരിക്കുന്നത് കൊണ്ട്, നിന്റെ പാതയിൽ ഞാൻ നടക്കുന്നത് കൊണ്ട്, നിന്റെ വാർത്ത ഞാൻ അറിയിക്കുന്നത് കൊണ്ട്, നിന്റെ ചുവടുകളിൽ തന്നെ ഞാൻ നടക്കുകയും അതിൽ തന്നെ ഞാൻ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, നിന്റെ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നത് കൊണ്ട്, എൻ്റെ മേൽ നിൽക്കുന്ന ശത്രുക്കൾ അത് എൻ്റെതല്ല, നിന്റെ ശത്രുക്കൾ. പകലിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഞങ്ങളോട് ഇന്ന് വാസ്തവമായി സംസാരിച്ചല്ലോ. ശത്രുക്കൾ, ചിതറിപ്പോകുന്ന, ഓടിപ്പോകുന്ന, പകയ്ക്കുന്നവർ, നിന്ദിക്കുന്നവർ, ലജ്ജ കൊണ്ട് മൂടത്തക്ക തലത്തിൽ ഈ പ്രഭാതത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യണം. ഞങ്ങൾക്ക് ആരോടും മത്സരമില്ല. ദൈവം നീതി വെളിപ്പെടണം, അത്ഭുതം ചെയ്യും, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.